ചപ്പാത്തിയും ചോറും ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ലോസ് വേണമെന്നുള്ളവർക്കും ആരോഗ്യം നേരെ ചൊവ്വെ വരണമെന്നുള്ളവർക്കും നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെയാണെങ്കിലും കഴിക്കാം. നമ്മൾ ഓയിലി ഫ്രീ ആണിത്. നമ്മളൊന്നും മുക്കി പൊരിച്ചെടുക്കുന്നൊന്നുമില്ല. ഇത് നമ്മുടെ സോയ കബാബാണ്. നമ്മുടെ സ്പോട്ടഡ് മൂങ് ദാലും സോയയും കൂടെ ചേർത്തിട്ടുള്ളതാണ്. നമുക്ക് ഉള്ളു നല്ല വെന്ത് സോഫ്റ്റായിട്ടുള്ള ഇച്ചിരി ക്രിസ്പി ആയിട്ടുള്ള, ഒരുപാട് ക്രിസ്പി ഉണ്ടാവില്ല കേട്ടോ, ഇച്ചിരി ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയാണിത്. ഇത് ഒരു 3 എണ്ണം, ഈ ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം കഴിച്ചതിന് നമുക്ക് വയറ് ഫുള്ള് നല്ല ഒരു വലിയൊരു ഡിന്നർ കഴിച്ച മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. വെയിറ്റ് ലോസും ആരോഗ്യം വേണമെന്നുള്ളവർ ഒരു നേരമെങ്കിലും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കാൻ ശ്രദ്ധിക്കൂ. പിന്നെ ഇത് ഞാൻ ഇതിനു വേണ്ടി 1 കപ്പ് നമ്മുടെ ചെറുപയറെടുത്ത് കുതിർത്ത് ഒരു 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഞാനൊരു തുണിയിൽ കെട്ടി മാറ്റി വെച്ചിരുന്നു. ഇതിപ്പോൾ ഒരു 1.5 ദിവസം ആയപ്പോഴത്തേനും ഇത്രയ്ക്കും അതിൻ്റെ വേരുകളൊക്കെ വന്ന് നല്ല പോലെ ഒന്ന് സ്പോട്ടഡ് മാത്രമല്ല കുറച്ച് പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ സോയ, അതേ കപ്പിൽ തന്നെ 1 കപ്പ് സോയ എടുത്ത് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഉപ്പ് ഇട്ട് ഒരു 10 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ച് പിഴിഞ്ഞെടുത്തതാണ് സോയ. ഇനി ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട്, ലേശം ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കഴിവതും ഉപ്പും മധുരവും കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഞാനിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിൽ ജാറിൽ എത്രത്തോളം അരയാൻ പറ്റുമോ അങ്ങനെ ആ രീതിക്ക് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമ്മളിതിനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുണ്ട്. ഞാൻ നമ്മുടെ ചോപ്പറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിനകത്ത് നമ്മുടെ സ്വീറ്റ് കോണിൻ്റെ ഇതാണ് ഒരു 1/2 കപ്പ്, ബോയിൽ ചെയ്തതല്ല, അല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കപ്പിന് 1 കപ്പ് ക്യാരറ്റും ഇട്ട് കൊടുത്തു. ഇത് എൻ്റെ ചോപ്പർ ഇതാണ് കേട്ടോ, പൾസ് ചെയ്യുന്നതല്ല, നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നതാണ്. ഒരു നമ്മുടെ ക്യാപ്സിക്കം അതും കൂടി ഇട്ട് അതിനകത്തിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കൊളസ്ട്രോളൊക്കെ കുറച്ച് കിട്ടുന്ന നമ്മുടെ ഓണിയൻ അറിയാലോ, സവാള, അതും ഞാനൊരു ചെറിയൊരു സവാള അതിനകത്തിട്ട് കൊടുത്തു. എല്ലാം കൂടി നമുക്ക് ഇതിന് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ അതിൽ കൂടെ ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കുറച്ച് നാരങ്ങ, നല്ല ദഹനത്തിന് വേണ്ടി നാരങ്ങ നീര് സൂപ്പറാണ് കേട്ടോ, അതും കൂടി ചേർത്ത് ഒന്ന് അത്യാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് പ്രധാനപ്പെട്ട സംഭവം എൻ്റെ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, അത് ഡിലീറ്റായി പോയതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനിനി ഇവിടെ ഒരു ദോശക്കല്ലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാൻ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എനിക്കിത് ദോശക്കല്ലാണ്, ഞാൻ അതിനകത്ത് വെച്ച് കൊടുത്തു. നോക്കി ഒട്ടും ഓയിൽ വേണ്ട, ഞാൻ ദോശക്കല്ലൊന്ന് തടവിയിട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വെച്ച് നമുക്കിതിനെ നല്ലപോലെ മുരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ചമ്മന്തിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പിന്നെ നമ്മുടെ പുതിനയിലയും പിന്നെ മല്ലിയിലയും പുതിനയിലയും നല്ല പച്ച ഫ്രഷ് തേങ്ങയും ഒരു 2-3 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളകും പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ച് ഒന്ന് കടുക് താളിച്ചെടുത്താൽ ഇതിന് പറ്റുന്ന ബെറ്റർ ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ അതിൽ വേണമെങ്കിൽ നമുക്ക് പൊട്ടുകടലയൊക്കെ ചേർക്കാം. ഇപ്പം ഞാൻ അത് ഉണ്ടാക്കിയിട്ടില്ല. ഞാനിപ്പോൾ അത്യാവശ്യത്തിന് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് കബാബല്ലേ, അപ്പോൾ കുട്ടികൾ കഴിക്കും, സോസ് കൂട്ടി കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ആ ചമ്മന്തി യൂസ് ചെയ്യാം കേട്ടോ. പുതിനയിലയും മല്ലിയിലയും തേങ്ങയും എരിവിനനുസരിച്ച് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ച് കടുക് താളിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് പച്ചയ്ക്ക് ഫ്രഷായിട്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലപോലെ ഒരു 3 എണ്ണം തിന്നാൽ നല്ല വയറ് ഫുള്ളാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു.